ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ പ്രാധാന്യം അർഹിക്കത്തക്ക രൂപത്തിലുള്ള ക്ഷേത്രമാണ്. ഇവിടെ പണ്ടുകാലത്ത് ശബരിമല സീസണിൽ ഇടത്താവളം കൂടി ആയിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതകളിൽ ഒന്ന്. ഇവിടെ വാവ് സംബന്ധിച്ച്, അതായത് കർക്കടക മാസത്തിലെ കറുത്ത വാവ് ദിനത്തിൽ പിതൃക്കൾക്ക് വേണ്ടി പിതൃബലിയും പിതൃപൂജയും നടത്തപ്പെടുന്ന ക്ഷേത്രമാണ്. ഇത് ആദ്യകാലങ്ങളിൽ വെന്നിമല ക്ഷേത്രത്തിൽ മാത്രമേ ഈ ബലിയും പൂജകളും ഉണ്ടായിരുന്നുള്ളൂ. തുടർന്ന് കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ തിരുവല്ലം, അതുപോലെ തന്നെ വർക്കല തുടങ്ങിയ പല ക്ഷേത്രങ്ങളിലും ഇതുപോലെയുള്ള ബലികൾ ആരംഭിക്കുകയുണ്ടായി. ഈ ബലി നടക്കുന്നിടത്തുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു പ്രത്യേകത, ഇവിടെ ഒരു തീർത്ഥക്കുളമുണ്ട്. ഈ തീർത്ഥക്കുളത്തിൽ ഒരിക്കലും വറ്റാത്ത ഉറവയും നീരും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ശ്രീകോവിലിൽ നിന്നും പൂജിക്കുന്ന, അഭിഷേകം ചെയ്യുന്ന ഈ തീർത്ഥവും പൂക്കളും ഈ തീർത്ഥക്കുളത്തിൽ എത്തുന്നു എന്നാണ് ഭക്തജനങ്ങളുടെ സങ്കല്പം. വലിയ കുളത്തിൽ കുളിച്ചിട്ട് ബലിതർപ്പണം നടത്തി രണ്ടാമതാണ് തീർത്ഥക്കുളത്തിൽ കുളിക്കുന്നത്. അതിനുശേഷമാണ് പിതൃമണ്ഡപത്തിൽ വന്ന് പിതൃപൂജയും മറ്റും നടത്തപ്പെടുന്നത്. കേരളത്തിലെ അതിപ്രാചീനമായ ബലിതർപ്പണ കേന്ദ്രമാണ് വെന്നിമല ക്ഷേത്ര സങ്കേതം. ക്ഷേത്രോൽപത്തിക്ക് മുമ്പ് തന്നെ സന്യാസിമാരുടെ നേതൃത്വത്തിൽ ഇവിടെ ബലിതർപ്പണാദികൾ നടന്നു വന്നിരുന്നു. ആ മഹത്തായ പാരമ്പര്യ വഴി പിന്തുടർന്നുകൊണ്ട് 10,000-കണക്കിന് പിതൃഭക്തർ കർക്കിടക മാസത്തിലെ അമാവാസി ദിവസം ഇവിടെ ബലിതർപ്പണത്തിനെത്തുന്നു. ഗയയിൽ പോയി ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യുന്നതിന് സമമാണ് ഇവിടെ പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതെന്ന് പുരാണങ്ങൾ പറയുന്നു. കർക്കിടകത്തിലെ അമാവാസി നാളിൽ ദേവജനങ്ങൾ ജാഗ്രതായിരിക്കുന്ന സമയമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ തന്നെ ഈ ദിവസം നടത്തുന്ന ബലിതർപ്പണാദികൾക്ക് ഒരു വർഷത്തെ അനുഷ്ഠാനത്തിന്റെ ഫലം ലഭിക്കുമാറാകുന്നു. സർവചരാചരങ്ങൾക്കും വേണ്ടിയുള്ളതാണ് ബലികർമ്മങ്ങൾ. ലോകം മുഴുവൻ സുഖകരമായിരിക്കുവാനുള്ള അതിമഹത്തരമായ മാനവിക സങ്കല്പമാണ് ബലിതത്വത്തിന് ആധാരമായി വർത്തിക്കുന്നത്. ബ്രഹ്മണോ പിതൃവംശജാത മാത് തദവംശഭവാമതീയ വംശദ്വയേസ്മിൻ മമ ദാസഭൂതഭൃത്യ തദൈവ ആശ്രിതസേവകാശ്ച മിത്രാണി സഖ്യ. ബലിതർപ്പണ വേളയിൽ ഉരുവിടുന്ന ഈ അത്യുദാത്തമായ ശ്ലോകം വിശ്വമാനവികതയുടെ ബഹിർസ്ഫുരണമാണ്. എന്റെ മാതാപിതാക്കളുടെ വംശത്തിൽ പിറന്നവരും ഞാനുമായി നേരിട്ടും അല്ലാതെയും ബന്ധമുള്ളവരും കഴിഞ്ഞ 2 ജന്മങ്ങളിൽ എന്റെ ഭൃത്യരായിരുന്നവരും എന്നെ സേവിച്ചവരും സഹായിച്ചവരും എന്റെ ആശ്രിതരായിരുന്നവരുമായ എല്ലാവരും, എന്റെ എല്ലാ സുഹൃത്തുക്കളും പങ്കാളികളും, ജീവിതത്തിനായി ഞാൻ ആശ്രയിച്ചിട്ടുള്ള സസ്യജന്തുജാലങ്ങളും, എനിക്ക് നേരിട്ടും അല്ലാതെയും തുണ നൽകിയവരും, നിരവധി ജന്മങ്ങളിൽ എന്റെ പങ്കാളികളായിരുന്നവരുമായ ഈ ലോകത്തുള്ള ഏവർക്കും വേണ്ടി ഞാൻ ഈ പിണ്ഡവും പുഷ്പവും ജലവും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. എന്റെ മാതൃകുലത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ ഏവർക്കും വേണ്ടി മാത്രമല്ല, എന്റെ പിതാവിന്റെയും ഗുരുക്കന്മാരുടെയും ബന്ധുക്കളുടെയും മരുമക്കളുടെയും കുലത്തിലുള്ള പരേതർക്ക് വേണ്ടിയും, പോയ കാലത്ത് പിണ്ഡം സ്വീകരിക്കുവാൻ കഴിയാത്ത ഹതഭാഗ്യർക്കും, ഭർത്തൃപുത്ര കളത്രാദികളുടെ തുണയില്ലാതെ ക്ലേശിച്ചവർക്കും, പല കാരണങ്ങളാൽ മറ്റുള്ളവർക്കായി നന്മ ചെയ്യുവാൻ കഴിയാതെ പോയ ഏവർക്കും, ദാരിദ്ര്യത്തിൽ ജനിമരണങ്ങൾ കഴിഞ്ഞുപോയ എല്ലാവർക്കും, മ്ലേച്ഛരും അകാലചരമം പ്രാപിച്ചവരുമായ പരേതർക്കും, ലോകം ദർശിക്കാനാകാതെ അമ്മയുടെ ഉദരത്തിൽ തന്നെ ചരമഗതി പൂണ്ടവർക്കും, മരിച്ചുപോയ അറിയുന്നതും അറിയപ്പെടാത്തതുമായ എന്റെ എല്ലാ ബന്ധുക്കൾക്കും, ഇവർക്കേവർക്കും വേണ്ടി കൂടിയും ഞാൻ ഈ പ്രാർത്ഥനയും പിണ്ഡവും ജലവും എള്ളും സമർപ്പിക്കുന്നു. ആഹ്ലാദപൂർവം ഈ ലോകവാസം കഴിച്ച അനശ്വരരായ ഏവർക്കും വേണ്ടി ഞാനിത് സമർപ്പിക്കുന്നു. സപ്തഭൂഖണ്ഡങ്ങളിൽ സഹസ്രാബ്ദങ്ങളായി ജീവിച്ചിരുന്ന ഏവർക്കും, എല്ലാ ജന്തുക്കൾക്കും ജീവജാലങ്ങൾക്കും വേണ്ടി, അവരുടെ ആത്മാക്കൾ
സമാധാനത്തോടെയും സന്തോഷത്തോടെയും കൂടി വസിക്കുവാൻ ഞാൻ ഈ പിണ്ഡവും ജലവും അർപ്പിക്കുന്നു. ഓർക്കുക, നാം ഒരു കർക്കിടകവാവിന് ബലിയിടുമ്പോൾ നമ്മുടെ പിതൃക്കൾക്ക് മാത്രമല്ല, ഈ സമസ്ത ജീവജാലത്തിനും കൂടിയാണ് നാം ഓരോരുത്തരും ബലിയിടുന്നത്. കർക്കിടകത്തിലെ അമാവാസി ദിവസം ഈ ക്ഷേത്രത്തിലെത്തി കുടുംബ ഐശ്വര്യത്തിനു വേണ്ടി തിലഹോമവും പിതൃപൂജയും നടത്തുന്ന രീതി ഇന്നും തുടർന്നു വരുന്നു. വെന്നിമല ക്ഷേത്രത്തിലെ പിതൃമണ്ഡപം പിതൃദോഷ പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള പരിപാവനമായ സ്ഥലമായി കരുതപ്പെടുന്നു. പിതൃക്കളെ ചന്ദനമുട്ടിയിലും വെള്ളി രൂപത്തിലും ആവാഹിച്ച് പട്ടിൽ പൊതിഞ്ഞ് പിതൃമണ്ഡപത്തിൽ സമർപ്പിക്കുന്ന ചടങ്ങ് ദോഷപരിഹാരത്തിനായും ഐശ്വര്യ സമൃദ്ധിക്കായും ചെയ്തുവരുന്ന ആചാരമാണ്. ആവാഹന രൂപങ്ങൾ പൊതിഞ്ഞുകൊണ്ടുവരുന്ന പട്ട് ജനങ്ങൾ ഈ ആലിൽ തന്നെ സമർപ്പിച്ചു മടങ്ങുന്നു. പരിപാവനമായ ഈ ക്ഷേത്രത്തിലെ തന്ത്രാധികാരം താഴമൺ മഠത്തിൽ നമ്പൂതിരിമാർക്കാണ്. ദിവസവും 5 പൂജയും 3 ശീവേലിയും എന്നതാണ് പൂജാവിധി. ഇവിടെ 3 ഉത്സവങ്ങളാണ് ആണ്ടിലുള്ളത്. ഒന്ന് ചിങ്ങമാസത്തിൽ തിരുവോണം ആറാട്ടായിട്ടും, പിന്നെ മകരമാസത്തിൽ രോഹിണി കൊടിയേറി, കുംഭമാസത്തിൽ രോഹിണി ആറാട്ടായിട്ടും, പിന്നെ അതിന് 10 ദിവസം മുമ്പ്, ആറാട്ടിന് 10 ദിവസം മുമ്പ് വേറൊരു മറ്റേ കൊടിമരത്തിൽ കൊടിയേറി വലിയ ഉത്സവം എന്ന പേരിൽ ഒരു ഉത്സവവും. അതാണ് അങ്ങനെ 28 ദിവസത്തെ ഒരു ഉത്സവവും മറ്റേ 8 ദിവസത്തെ ഉത്സവമാണ്. ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള പതിവിനമാണ് ചാക്യാർ കൂത്തും കൂടിയാട്ടവും. ഒരിക്കൽ ഇവിടെ കൂടിയാട്ടം അരങ്ങേറുന്ന വേളയിൽ ശൂർപ്പണഖ സീതയെ ഉപദ്രവിക്കുവാനായി അലറിയടുത്തു. അപ്പോൾ രാമനായി വേഷമിട്ട ചാക്യാർ ലക്ഷ്മണനെ ഉറക്കെ വിളിക്കുകയും അതിന് മറുപടിയായി ശ്രീകോവിലിൽ നിന്നും ഇതാ വരുന്നു എന്ന ശബ്ദം കേൾക്കുകയും ചെയ്തു. ആ സമയം ലക്ഷ്മണവേഷം ധരിച്ച ചാക്യാർ അകത്തുനിന്നും വന്ന് ശൂർപ്പണഖയുടെ കർണനാസികാഛേദം നടത്തി. തത്സമയം ഇനി മേലിൽ എന്റെ വേഷം കെട്ടരുതെന്ന് ശ്രീകോവിലിൽ നിന്ന് ഒരശരീരി ഉയർന്നു. ഈ സംഭവത്തിന് ശേഷം ഇവിടെ ശൂർപ്പണഖാംഗം അവതരിപ്പിക്കുമ്പോൾ ചാക്യാർ സ്വയം നടയിൽ ചെന്ന് കർണനാസികാഛേദം ചെയ്ത് അവിടെ നിന്നും അലറിക്കൊണ്ട് രംഗത്ത് വരികയുമാണ് പതിവ്. പുരാതനമായ വെന്നിമല ക്ഷേത്രത്തിന് 1-ലധികം കീഴടങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ പ്രസിദ്ധമായ മലക്കുന്നത്ത് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം വെന്നിമല ദേവസ്വത്തിന്റെ കീഴടമായി ഇന്നും തുടരുന്നു. വെന്നിമല ക്ഷേത്രത്തോളം പഴക്കം മലക്കുന്നം ക്ഷേത്രത്തിനുമുള്ളതായി കരുതപ്പെടുന്നു. തുടിയിൽ കുടുംബക്ഷേത്രവും ഇതിനോടനുബന്ധിച്ച് സ്ഥിതി ചെയ്യുന്നു. വെന്നിമല ക്ഷേത്ര നിർമ്മാണത്തിനെത്തിയ നമ്പൂതിരിമാർ താമസിച്ച് പൂജാദികൾ ചെയ്തത് ഇവിടെയാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. പണ്ട് വെന്നിമല കേന്ദ്രമാക്കി രാജ്യം ഭരിച്ചിരുന്ന തെക്കങ്കൂർ രാജാക്കന്മാർ തങ്ങളുടെ രാജധാനി മണികണ്ഠപുരത്തേക്ക് മാറ്റിയപ്പോൾ ക്ഷേത്രത്തിന്റെ ഭരണാധികാരം സമുദായത്തിനും കോയ്മയ്ക്കും 3 വീട്ടുകാർക്കുമായി ലഭിച്ചു. തുടർന്ന് ക്ഷേത്രഭരണം തകരാറിലായപ്പോൾ അധികാരം ഊരാൺമ ദേവസ്വത്തിനായെങ്കിലും അപ്പോഴും ക്ഷേത്രത്തിന്റെ നിത്യനിദാനങ്ങൾ ബുദ്ധിമുട്ടിലായി. ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ക്ഷേത്രവിശ്വാസികൾ ഒരുമയോടെ മുന്നോട്ടിറങ്ങേണ്ടിയിരിക്കുന്നു. ശതാബ്ദങ്ങൾ പഴക്കമുള്ള ഈ ക്ഷേത്ര സങ്കേതത്തിന്റെ മഹിമയും ചേതനയും നിലനിർത്തുവാനും പാരമ്പര്യദത്തമായ അതിന്റെ പെരുമ നിലനിർത്തുവാനും ഭക്തജന സമൂഹത്തിന് ശേഷിയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്ഥിതികാരകനായ വിഷ്ണു ഭഗവാന്റെ ചൈതന്യം വിലയിക്കുന്ന ഈ ക്ഷേത്ര സങ്കേതത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് മേൽക്കുമേൽ പുരോഗതിയുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്ഷേത്രായനത്തിന്റെ ഈ എപ്പിസോഡ് ഇന്നിവിടെ പൂർണ്ണമാകുന്നു. എല്ലാ മാന്യ ക്ഷേത്രായനം പ്രേക്ഷകർക്കും ക്ഷേത്രായനത്തിന്റെ വിനീത നമസ്കാരം. വിജയാദ്രി